दिल कितना नाजुक है दिल പഠിച്ചോനെ ഇത് ഏതാണ് ഒരു പുതിയ മുതല് So bro, one milk. ബാർബർ ഷോപ്പ് അല്ല. ഓ പിന്നെ ബ്രോ ഒരു സെൽഫി പോടാ നടന്നു വേണ്ടേ? അയ്യേ എന്താണ് ബഷീർ ഇത് ഒരടങ്ങേറുകളെ? ഇന്നലത്തെ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? എടാ സുഖു ഒരു ചായ ഉണ്ട് എടുക്കടാ, ഇന്നലെ വേണട്ടാ. കുടിവെള്ളത്തിന്റെ പ്രശ്നമല്ലേ? ആന്ന് ഞാൻ ഏറ്റു. കത്തി ഞാൻ അറിയാന്ന് ഊരാൻ പോയതാ. ഇന്നലെ വെള്ളിയാഴ്ചല്ലായിരുന്നു. അവന്റെ ഒക്കെ ഒരു ഭാഗ്യം. ശരിയാക്കാം. 4 മാസമായി ചായ പറഞ്ഞിട്ട് ഇപ്പോഴാണ് അവൻ കൊണ്ടുവരുന്നത്. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും അത് പ്രസിഡന്റ് സംസാരിക്കാം. തീരുമാനം എടുക്ക. ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആയിക്കോട്ടെ. നീ എവിടെ? 1 2 3 ഓ മൊത്തം 7 പേരുണ്ടായിരുന്നല്ലടാ. പോലീസും എസ്ഐയും കൂട്ടി ടോട്ടൽ 13 മെമ്പേഴ്സ്. നീ കണ്ട എസ് ഐ ഇറങ്ങിയപ്പോ രാജൻ സാറ് എസ് ഐയുടെ ചോട്ടി പറഞ്ഞ് നീ കേട്ടാ? സാറേ മുട്ടം ബഷീറാണ് കേട്ടാ, അടുക്കണ്ട തീപ്പൊരിയാണ് കേട്ടാ, വെച്ച കാല് പിന്നോട്ട്. ആര്? എസ് ഐ മിന്നൽ പ്രഭ. അതൊന്ന് കാണേണ്ടതാർന്ന്. നിനക്കും ഞാനൊരു ചായ പറയട്ടെ. സെൽഫി ആയെങ്കിലാ. ബഷീറേ, മേലാണ് ഇമാതിരി അഭ്യാസം കാണിച്ച് നാട്ടുകാരെന്ന് മേടിക്കാൻ നിന്നാ അല്ലാണോ മോനെ, നിന്നെ അങ്ങോട്ട് തീർക്കും സിറാജ്, മനസ്സിലാടാ? സത്യത്തിൽ എന്താണ് ഉണ്ടായത്? പെൺകുട്ടികളുടെ മെഷർമെന്റ് എടുത്ത നല്ലപോലെ കിട്ടി. ആശ്വാസം. ബഷീറേ, ഇതിനെ ഞാൻ എത്ര വർഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നോറാ? നീ ഒറ്റ മോൻ കാരണം ആ പാവ ഉമ്മ എന്നിട്ട് എസ് ഐ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെച്ചെന്ന്. ഹലോ, ആ തിയേറ്ററിന്റെ അവിടെ അലർച്ച കേട്ട് നോക്കിയതാ. ഇവനെ കുറെ ആൾക്കാർ ചേർന്ന് പഞ്ഞിക്കിടയായിരുന്നു ഹാജിയരെ. വല്ല കച്ചറ ഉണ്ടാക്കിയുണ്ടാവും. അല്ല പിന്നെ ഓടി ഓടത്തി താഴെ പോയതാ മൊബൈല്. ഓടാ ഓ ഓ. ATM കൗണ്ടറിൽ കയറി നായ കടിച്ചെന്ന്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ നായ കടിച്ച് കീറിയെന്ന്. രാത്രിയും പകലും എന്നില്ല, കടിച്ചു കീറുകയാണ് പച്ച മനുഷ്യ മാംസം. മൃഗവും മനുഷ്യനും ഒരു വ്യത്യാസവുമില്ല. നല്ല മൂപ്പാണെന്ന്. അതാ ലോകാര്യങ്ങൾ വരുന്ന വായല്. അവൻ പറയണേലും കാര്യമുണ്ട്. കഞ്ചാവ് അടിച്ചിട്ടാണേലും എവിടെയും മാംസഗന്ധം, മാംസഗന്ധം. നായ്ക്കളുടെ കാര്യത്തിൽ എന്തായാലും ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അത് വേണം മെമ്പറെ. തീപ്പെട്ടിയുണ്ട? വേണ്ട, അതവന് മരുന്നടിക്കാനാണ്. നാളെ സുഖുവിന്റെ പെങ്ങളുടെ നിശ്ചയം.
ഫോട്ടോ അനിതയെ കാണിക്കണം. ആ അവളവിടെ കാത്തിരിക്കുക. അവര് വല്ലതും ചോദിച്ചോ? അത് പിന്നെ പതിവല്ലേ. എനിക്ക് പെൺകുട്ടികളില്ലാത്തതാ. സുഖുവിൻ്റെ പെങ്ങളെ നമ്മുടെ കുട്ടിയെ പോലെ ആഘോഷമായിട്ട് കെട്ടിച്ചു. ഇവൻ്റെ അച്ഛനോട് ചോദിച്ച് മേടിച്ചതാ ഞാനിവനെ. ഹോട്ടൽ പണിക്കായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു ഞാൻ സുഖുവിനെ. അച്ഛൻ്റെ കൂടെ ചായ കുടിക്കാൻ ഞാനും വരുമായിരുന്നു പണ്ട്. അച്ഛൻ കുടിച്ചതിൻ്റെ ബാക്കി ചായ എനിക്ക് തരും. ഞാനത് കുടിച്ച് അതിലലിയാതെ കിടക്കുന്ന പഞ്ചസാര തോണ്ടി തിന്നുമായിരുന്നു. അതൊക്കെ പഴയൊരു ഓർമ്മ. ഷുഗർ ഒന്ന് നോക്കണം. സുഖു, കൃഷ്ണേട്ടൻ ഭാഗ്യവാന. സുഖുവിനെ പോലൊരു മകൻ. എൻ്റെ മോൻ വാസു. ആ അത് ശരിയാ. തന്തയാണത്രേ തന്ത. 10 പൈസ കണ്ടുപിടിക്കാൻ ചോദിച്ചതല്ല. എന്നിട്ട് മോനെ അച്ഛനാണത്രേ. എന്തിനും തന്നെ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിക്കണം. തോട്ടം തോട്ടം തോട്ടം. ഈശ്വര. ചേട്ടാ, ഇപ്പം എനിക്ക് തിരക്കിട്ട് വേണ്ട ഈ കല്യാണം. അങ്ങനെ പറയല്ലേ മോളെ. അച്ഛൻ്റെ കൂട്ടുകാരൻ ആചാര്യ പറഞ്ഞെന്താണെന്നറിയാമോ? എൻ്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം അവരാണ് നടത്തുന്നതെന്ന്. എന്നാ ഞാൻ പോയിട്ട് വരാം അച്ഛാ. അപ്പം ഞാൻ ആ മോനെ സുഖു, എന്തോ അവരെത്ര ആൾ വരുന്നാ പറഞ്ഞിരിക്കണേ? ഇവിടെ എല്ലാം തീർന്നിരിക്കുക. എല്ലാം വാങ്ങാം അമ്മയെന്ന്. ആചാരേ, ഞാൻ പോട്ടെ. നീ ഞാൻ പോയിട്ട് വരാന്നല്ലേ പറയാറ് സുഖു. ഇപ്പൊ എന്താ പതിവൊക്കെ തെറ്റിച്ചോ? അവൻ്റെ ഒടുക്കത്തെ പോക്കായിരിക്കും അത്. ആചാരേ, എനിക്കിനി ശമ്പളം തരണ്ട. ആകാശം എനിക്ക് തന്നിട്ട് പോടാ. ഇനി കല്യാണം, ചെലവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. ഇവനെന്താ ഇന്ന് ഇങ്ങനെ? ഇനി കുറച്ച് വെള്ളം കൂടി. അമ്മേ, മോനെ മോനെ എന്ത് പറ്റിയിടാ? മോനെ എന്ത് പറ്റിയിടാ? എന്തൊരാൾക്കൂട്ടം ബിവറേജുകൾ മാറ്റിയടാ.
ലക്ഷ്മിയേച്ചി അവന്റെ അടുത്തേക്ക് പോണ്ടാ. പഴയ സുഖമൊന്നുമല്ല. രാന്തറങ്ങി കിടക്കണവനിക്കേ വില കടിക്കാൻ എന്തെങ്കിലും ചെയ്താലേ ആള് ബാക്കി ഉണ്ടാവൂല. 10 മാസം നീ വയറ്റിൽ ചുമന്ന എന്റെ പൊന്നു മോനാണ് സുഖു. 2.5 വർഷം ഈ തോളിലിട്ട ഞാൻ എന്റെ പൊന്നു മോനെ ഉറക്കിയത് അല്ലേ കൃഷ്ണേട്ടാ? കശീരാക്ക 4 മാസമായി ചായ എല്ലാരും പറയണത് കൊണ്ടുവരുന്നത് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണത്. ആയിക്കോട്ടെ. സൂര്യനും വാവിട്ടു കരയുന്നു. പെണ്ണിന്റെ പശ്ചിമ തീരത്തു നിന്നും ചുടുചോരതൻ ഗന്ധം നിറച്ച് പകലൊളിക്കുന്നു സന്ധ്യകളിൽ, പകലൊളിക്കുന്നു സന്ധ്യകളിൽ, പകലൊളിക്കുന്നു സന്ധ്യകളിൽ. നാളെ പുതിയൊരുദയം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിനു വേണ്ടി? ഈ സമൂഹത്തെ ഉണർത്തണം. ഇനിയൊരു അസ്തമയം ഇതുപോലെ വേണ്ട. നമുക്കുണരാം നാടിനു വേണ്ടി.